കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടൊറൻറ്റോ കാലിഫോർണിയ യാത്രയുടെ 4ാമത്തെ ദിവസം വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാലിഫോർണിയയിൽ ഡെലിവറി എല്ലാം കൊടുത്ത് പിക്കപ്പും എല്ലാം എടുത്ത് തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ് വേഗാസ് നഗരമെല്ലാം കഴിഞ്ഞ് നെവാഡയുടെ അതിർത്തി പ്രദേശം എത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ ഒൻറ്റാറിയോ സമയം ഏകദേശം വൈകുന്നേരം 8 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ നെവാഡയുടെ അവസാന ഭാഗങ്ങളിൽ കൂടെ ഓടി അരിസോണയുടെ ഒരു ഇച്ചിരി ഭാഗവും കടന്ന് യൂത്തെ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ജോഗ്രഫിക്കൊന്നും പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പോലെ ആ ഒരു ഡെസേർട്ടിൻ്റെ ഫീലും വൈബും ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ടും കൂടെ ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് അരിസോണയുടെ ഒരു കുറച്ച് ഭാഗം, ഒരു 10-26 കിലോമീറ്റർ അരിസോണയിൽ കൂടെ കയറുന്നുള്ളൂ. ആ ഒരു ഭാഗം അരിസോണ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ഒരു കാനിയൻ്റെ അകത്തേക്കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണത്. നമ്മുടെ ഒൻറ്റാറിയോ വണ്ടി ചാർജറാണല്ലോ പോകുന്നത്. ചാർജറിന് ഇപ്പോൾ കാലിഫോർണിയ ഓട്ടങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഒരിടയ്ക്ക് ഇവർക്ക് മിഡ് വെസ്റ്റ് ആയിരുന്നു മെയിൻ, പക്ഷേ ഇപ്പോൾ ഇവർ കാലിഫോർണിയൻ, അതായത് അരിസോണ സ്ട്രിപ്പ് ആദ്യമായിട്ട് ഓടിച്ച എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും US ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേകളിൽ 5 എണ്ണത്തിൽ ഒന്നെന്ന് പറയുന്ന സ്ഥലമല്ലേ ആണോ? അരിസോണ സ്ട്രിപ്പ്. അതെ അല്ലേ? പക്ഷെ സീനുള്ള കേസൊന്നുമല്ല, നമുക്കിപ്പോ ബ്രേക്ക് വരുന്ന അറിയില്ല. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഹെവി ലോഡ് കൂടെയാണ് ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ തന്നെ അതിന്റെ ടേൺസും കാര്യങ്ങളും എങ്ങനെയാന്ന് അറിയുന്ന ആ ഒരു ഫസ്റ്റ് പ്രാവശ്യം ഇറങ്ങുമ്പോൾ ഒരു സീൻ എനിക്ക് സീനുള്ളതല്ല, അത്രയും നല്ലൊരു ജോഗ്രഫി കാണുമ്പോൾ ഉള്ള ഒരു അത്ഭുതം എനിക്കതുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ രാത്രി ഇറങ്ങി, എനിക്ക് കാണാൻ പറ്റിയില്ല. 3-4 മാസം കഴിഞ്ഞതിന് ശേഷം അതെന്താ സംഭവം എന്നുള്ളത് കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് അരിസോണ സ്ട്രിപ്പ് ഓടിക്കുമ്പോഴത്തേക്കും ഞാനായിരുന്നു വൈകിട്ടാണ് ഓടിച്ചതേ. അപ്പം എൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ആ അരിസോണ സ്ട്രിപ്പ് ഞാനാണ് ഓടിക്കുന്നത്. അന്നേരത്തേക്കും എൻ്റെ കൂടെ ഓടിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ആദ്യം ഓടിക്കുന്ന ഒരു പഞ്ചാബി അപ്പച്ചൻ്റെ കൂടെയാണ്. രാത്രി ഓടിക്കാത്ത അത് തന്നെ, ആ അപ്പച്ചനായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ പുറകിൽ സ്ലീപ്പറിൽ എണീറ്റ് നോക്കിയിരുന്നു ഞാൻ എങ്ങനെയാണ് അത് ഓടിക്കുന്നത്, വിശ്വസിക്കാവോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ തന്നെ ആ ഒരു ഏരിയ ഇപ്പോൾ രാത്രിയിലാണേലും എന്നെ സംബന്ധിച്ച് ഞാൻ ഓടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ പറയുന്ന പോലെ രാത്രിയിലാണെങ്കിൽ വലിയ ഗുഹയ്ക്കകത്തേക്ക് കൂടെ പോണ പോലെയൊക്കെ തോന്നി. ഏതാണ്ട് വലിയ പൊക്കമുള്ള സാധനം, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലല്ലോ. പക്ഷെ ഏതോ ഒരു കൂറ്റൻ റോട്ടിൽ കൂടെ ഓടിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. കാരണം ഈ ഫ്രണ്ടിൽ ലൈറ്റും 2 സൈഡിലും എന്തോ വലിയ മലയും, പക്ഷെ നടുക്ക് ഇങ്ങനെ ആകാശം മുകളിൽ കാണുന്ന രീതിയിൽ നമ്മളൊരു കുഴി കൂടെ ഇങ്ങനെ ഹൈവേ കൂടെ ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ അന്ന് ഏതാണ്ട് വലിയ ഹെവി ലോഡ് വരും. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പണ്ട് ഗ്രാൻഡ് കാനിയനൊക്കെ പടം കണ്ടിട്ടുള്ള അല്ലെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പഴയ കുറെ കൗബോയ് മൂവീസിൽ അത് തന്നെ, അതെല്ലാം ഇതാണോ സാധനം എന്നുള്ളത്. സ്റ്റാർ മൂവീസിലും ഒക്കെ അതിനെ ബേസ് ചെയ്ത് കുറെ സിനിമകളുണ്ട്.
അങ്ങനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അരിസോണ സ്ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസ്റ്റേറ്റ് 15 ഹൈവേ കൂടെ നമ്മൾ ഇനി കയറാൻ പോവുകയാണ് കേട്ടോ. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ റിയൽ ഗ്രാൻഡ് കാനിയൻ്റെ ഒരു ട്രെയിലർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മുടെ ഗ്രാൻഡ് കാനിയൻ എന്ന് കേട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രെയിലറായിട്ട് കണ്ടാൽ മതി. ഇത് നല്ല കിടുക്കൻ കാഴ്ചകളാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ സമയം ഓൾറെഡി 8:30-8:45. ഞാൻ പയ്യെ പോയി കിടക്കാൻ പോവാണ്. നമ്മുടെ അർജുൻ ഭായി വണ്ടി ഓടിക്കട്ടെ. മിക്കവാറും ഷിഫ്റ്റ് മാറുന്നത് നമ്മുടെ സോൾട്ട് ലേക്ക് സിറ്റി അപ്പുറം വയോമിങ് വല്ലതും കയറാൻ സാധ്യതയുണ്ട്. അവിടുന്ന് വല്ലതും രാത്രി ഷിഫ്റ്റ് മാറി നാളെ കഴിഞ്ഞ ഒരു ഉച്ചയോട് കൂടി നമ്മൾ ടൊറന്റോ എത്തുമായിരിക്കും അല്ലേ അർജുൻ ഭായി? അർജുൻ ഭായിയുടെ കാൽക്കുലേഷന് നമ്മളെ എപ്പോഴത്തേക്ക് എത്തുമായിരിക്കും? ഷിഫ്റ്റ് കഴിയുമ്പോൾ ഒരു 1 മണി 2 മണി ആ ഒരു സമയത്തേക്ക് ടൊറന്റോ എത്തുമായിരിക്കും അല്ലേ? ഹോപ്പ്ഫുള്ളി. നമ്മുടെ യാത്രയുടെ 5ാമത്തെ ദിവസം രാവിലെ നമ്മൾ വ്ളോഗ് ആരംഭിക്കുമ്പോൾ നമ്മൾ US വയോമിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണുള്ളത്. നമ്മുടെ ഒൻറ്റാറിയോ സമയം രാവിലെ 7:30 അർജുൻഭായ് നല്ല ഉറക്കത്തിലാണ്. വയോമിങ്ങിൻ്റെ മോർണിംഗ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കിടിലൻ ചില വിഷ്വൽസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ആ ഒരു മോർണിംഗും പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം സമ്മർ സമയം ആയതുകൊണ്ടും പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൃഷികളും മരങ്ങളും കാടുകളും ഒക്കെ ആയതുകൊണ്ട് നിറയെ പ്രാണികളുടെ ശല്യമാണ്. അപ്പം നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പ്രാണികളെല്ലാം കൂടെ ഈ വിൻഷീൽഡിലേക്ക് വന്ന് അടിച്ചിട്ട് ഇങ്ങനെ വിൻഷീൽഡ് സ്റ്റക്കായി ഇങ്ങനെ സ്റ്റെയിനായിട്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുമാതിരി എത്ര ഗ്ലാസ് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും അതങ്ങനെ നിൽക്കുവേ. അതുകൊണ്ടാണ് നമ്മുടെ വിഷ്വൽസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മുടെ പ്രേക്ഷകർ സാധാരണ ക്ഷമിക്കുക.
അങ്ങനെ വയോമിങ്ങിൽ കൂടെയുള്ള യാത്ര വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൂടാതെ ഇന്നിപ്പം രാവിലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു, ഇന്നലെ ആയിരുന്നു പ്ലാനറ്റിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഡേ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വെറുതെ അല്ല, ഇന്നലെ കാലിഫോർണിയയിൽ നമ്മൾ കണ്ടില്ലായിരുന്നു 48 ഡിഗ്രി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വെറുതെ ആയിരുന്നില്ല. ഈവൺ ബ്രദേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറും വ്യൂവറും പുള്ളി നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, അവിടുത്തെ PR കിട്ടിയാൽ നാട്ടിലേക്ക് വരാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് കാനഡ എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ വേണ്ടാത്ത ഒരു വിസ എന്നുള്ളതിനെ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമുള്ളൂ. സാധാരണ ഒരു വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒന്നെങ്കിൽ 2 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക്, ചിലർക്ക് 5 കൊല്ലത്തേക്ക്, അങ്ങനെയൊക്കെ. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമ്മൾ പൈസ മുടക്കി വീണ്ടും ഡോക്യുമെൻറ്റേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു സമയനഷ്ടവും പണനഷ്ടവും ഒക്കെ ഇല്ലാതെ നമുക്ക് ഈ ഒരു രാജ്യത്ത് നിൽക്കാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള പ്രോപ്പർട്ടീസ് മേടിക്കാനും ഒക്കെ അനുവാദം കിട്ടുന്ന ഒരു എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജീവിതകാല വിസ എന്ന് മാത്രമേ ഈ പെർമനൻറ്റ് റെസിഡൻസിക്ക് അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ ഈ പെർമനൻറ്റ് റെസിഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാനഡയുടെ സിറ്റിസൺ ആയി എന്നർത്ഥമില്ല. സിറ്റിസൺസിനെ മാത്രമേ ഇവിടെയുള്ള ഗവൺമെൻറ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വോട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി സ്പീക്കിംഗ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു വിസയാണിത്. പക്ഷേ ആ സമയത്തും നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യയുടെ ആയിരിക്കും. നമ്മൾ ഏത് രാജ്യക്കാരനാണ് ഇപ്പം നമ്മുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരനായിട്ട് നിൽക്കും. ഇന്ത്യക്കാരനായിട്ട് ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പ്രത്യേകിച്ച് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടും കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ സാധാരണ നാട്ടിൽ പോകുന്ന പോലെ തന്നെ എപ്പോഴും വേണേലും ടിക്കറ്റ് എടുത്ത് പോവുക വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അതിലേക്ക് വേറെ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മളെല്ലാം ഈ പെർമനൻറ്റ് റെസിഡൻസി എത്രയും പെട്ടെന്ന് ഒപ്പിക്കുന്നതോ കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല, അതിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നതിനോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പുറത്തൊരു നാട്ടിൽ നിന്ന് വരിക എന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഈ വർക്ക് വിസയുടെ കാലാവധി 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രോസസ്സാണ് ഇത് റിന്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീണ്ടും ആദ്യം മുതലുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ ഒരു വർക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും സബ്മിറ്റ് ചെയ്ത് അതിനേക്കാൾ ഉപരി അത് ചിലപ്പം നമുക്ക് അപ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ വെക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കമ്മീഷൻ ഇതെല്ലാം കൊടുത്തിട്ടായിരിക്കും നമ്മൾ വർക്ക് വിസ എടുക്കുന്നത്. അപ്പം അതൊരു വലിയ സമയനഷ്ടവും പണനഷ്ടമാണ്. അപ്പം അതെല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഇവിടെ നിൽക്കാനും പ്രോപ്പർട്ടീസ് മേടിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ലൈഫ് ഇവിടെ തന്നെ സെറ്റിലായി എന്നുള്ളതാണ് ഒരു പരിധിവരെ അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് സിറ്റിസൺ ആവുക എന്നുള്ളതാണ് കേട്ടോ. സിറ്റിസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വേറെ ചില പ്രോസസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ടോബർമോർക്ക് പോയ ആ വീഡിയോ ഇല്ലായിരുന്നോ? ആ വീഡിയോയിൽ നമ്മൾ ടോബർമോർക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ആമിഷിനെ കുറിച്ചും മെനനൈറ്റ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീട് പണിയുന്നതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു ചില സ്റ്റിൽസ് കാണിച്ചായിരുന്നേ. അപ്പോൾ ആ വിഷ്വൽസിൻ്റെ അകത്ത് അവരെല്ലാം ഇങ്ങനെ മരത്തടിയും കൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം മുകളിൽ നമ്മൾ പണ്ട് നാട്ടിൽ ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്തും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോട്ട് ആറ്റ്കിൻസ് 1. അപ്പോൾ ഈ സ്കോട്ട് ആറ്റ്കിൻസ് 1 എന്ന് പറയുന്ന പ്രൊഫൈലിൽ നമ്മളോട് ചോദിച്ചായിരുന്നു, ബ്രോ മരത്തടിയും കൊണ്ടാണോ ഇവിടെയുള്ള വീടുകളൊക്കെ നിർമ്മിക്കുന്നതെന്ന്. അപ്പം അതിനുള്ള ഉത്തരം നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ അതേന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള, പക്ഷേ പുള്ളിയുടെ പ്രൊഫൈലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി BDJSX എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു നെയിം കാണുന്നില്ല, ഏതോ വേറെ പ്രൊഫൈൽ നെയിമാണ്. ചിലപ്പോൾ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞേക്കണത്, സിമൻറ്റ് കൊണ്ട് പണിതാൽ തണുപ്പ് കാലത്ത് വീടിൻ്റെ ഉൾവശം ചൂടാക്കാൻ വളരെയധികം ചിലവ് വരും.
തടി കൊണ്ട് സ്ട്രക്ചർ പണിതാൽ ചൂടുള്ളിൽ നിലനിർത്തുന്ന ഇൻസുലേഷൻസ് ഭിത്തിക്കുള്ളിൽ കൊടുക്കുവാൻ എളുപ്പമാണ്. പുറത്തുള്ള -ഡിഗ്രി തണുപ്പിനെ പ്രതിരോധിക്കുകയും ചെയ്യും. അപ്പം അതാണ് മേജറായിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ തണുപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ലോഗും കൊണ്ടും പിന്നെ തടിയും കൊണ്ടും എല്ലാം ഈ സ്ട്രക്ചർ പണിതിട്ട് വീട് പണിയാനുള്ള ഒരു കാരണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ് വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ നോർത്ത് അമേരിക്കയിലൊക്കെ നിങ്ങൾ എപ്പോഴും ചിലപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ള കത്രീനയും അല്ലെങ്കിൽ മറ്റുള്ള ചുഴലിക്കാറ്റും പേമാരിയും പ്രശ്നങ്ങളും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വീടുകളെല്ലാം തകരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തകർച്ചയോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ചുഴലിക്കാറ്റ് പോലത്തെ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് വീടുകളൊക്കെ തകർന്നാലും ഇതൊന്നും വീണ് ഇപ്പം ആൾക്കാർക്ക് വലിയ കാര്യങ്ങളായിട്ടുള്ള ഡാമേജോ പ്രശ്നങ്ങളോ ഒക്കെ വരാണ്ടിരിക്കാനും കൂടെയാണ് ഇതുപോലത്തെ ലൈറ്റായിട്ടുള്ള ഫ്രെയിമുകളും കൊണ്ടും കാര്യങ്ങളും കൊണ്ടും വീടുകൾ പണിയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ കത്രീന പോലത്തെ ഇതുപോലെ ഹരിക്കെയിനോ ടൊർണാഡോയോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഒത്തിരി പ്രോപ്പർട്ടീസ് ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളതല്ലാതെ അമേരിക്കയിലൊന്നും വലിയ മാസമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും വാർത്ത കേൾക്കാത്തത് ഇങ്ങനെയുള്ള ഒരു സ്റ്റൈല് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടും കൂടെ ആയിരിക്കാം.